എല്ലാവർക്കും നമസ്തേ. നമ്മുടെ വീട്ടുപറമ്പുകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ അത്ഭുതകരമായ ഔഷധ ഗുണങ്ങളുള്ള 10 ചെടികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ മലയാളികൾക്ക് ഏറെ പരിചിതമായ ദശപുഷ്പങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെറും ഒരു ആചാരത്തിൻ്റെ ഭാഗം മാത്രമല്ല ദശപുഷ്പങ്ങൾ. നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ അകറ്റി നിർത്താൻ പ്രകൃതി തന്ന വലിയൊരു വരദാനമാണിവ. കർക്കടക മാസത്തിൽ ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഏതൊക്കെയാണ് ഈ 10 ചെടികൾ? അവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ആദ്യത്തേത് നമ്മുടെ കറുകപ്പുല്ലാണ്. സൂര്യനാണ് ഇതിൻ്റെ ദേവത. ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും മുറിവുകളിൽ നിന്നുള്ള രക്തസ്രാവം തടയാനും കറുക മികച്ചതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കറുകയുടെ നീര് ഉപയോഗിക്കാറുണ്ട്. ചെറുള, യമനാണ് ഇതിൻ്റെ ദേവത. കർക്കടക വാവുബലിക്കും പിതൃതർപ്പണത്തിനും നമ്മൾ ചെറുള ഉപയോഗിക്കാറുണ്ട്. വൃക്കരോഗങ്ങൾക്കും മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇതൊരു ഉത്തമ ഔഷധമാണ്. ഉഴിഞ്ഞ, ഇന്ദ്രൻ ദേവതയായ ഉഴിഞ്ഞയാണ്. മുടികൊഴിച്ചിൽ തടയാനും അകാലനര മാറാനും ഇതിൻ്റെ നീര് ചേർത്ത എണ്ണ ഉപയോഗിക്കുന്നു. സന്ധിവേദനയ്ക്കും നീർക്കെട്ടിനും ഇത് മികച്ചൊരു പ്രതിവിധിയാണ്. മുയൽ ചെവിയൻ, കാമദേവൻ ദേവതയായ മുയൽ ചെവിയൻ. ഇതിൻ്റെ ഇലയുടെ ആകൃതി കണ്ടാൽ മുയലിൻ്റെ ചെവി പോലെ തോന്നും. തൊണ്ടവേദന, ടോൺസിലൈറ്റിസ്, പനി എന്നിവയ്ക്ക് ഇതിൻ്റെ നീര് വളരെ ഫലപ്രദമാണ്. കയ്യോന്നി, ഭൈരവൻ ദേവതയായ കയ്യോന്നി. കേശ സംരക്ഷണത്തിൽ ഇതിനെ വെല്ലാൻ മറ്റൊന്നില്ല. മുടി തഴച്ചു വളരാനും കൺകാഴ്ച കൂട്ടാനും കരളിൻ്റെ ആരോഗ്യത്തിനും കയ്യോന്നി അത്യുത്തമമാണ്. തിരുതാളി, ശിവനാണ് ഇതിൻ്റെ ദേവത. സ്ത്രീകളുടെ ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്കും വന്ധ്യത മാറ്റാനും ഇത് സഹായിക്കുന്നു. കൂടാതെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും തിരുതാളി നല്ലതാണ്. നിലപ്പന, ഭൂമിദേവി ദേവതയായ നിലപ്പനയാണ്. മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾക്ക് ഇതൊരു നല്ല മരുന്നാണ്. ശരീരത്തിന് ഉന്മേഷവും ശക്തിയും നൽകുന്ന ഒരു നാച്ചുറൽ ടോണിക് കൂടിയാണിത്. വിഷ്ണുക്രാന്തി, വിഷ്ണു ദേവതയായ വിഷ്ണുക്രാന്തി. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. കുട്ടികളിലെ ചുമ, ആസ്മ എന്നിവയ്ക്കെതിരെ പ്രതിരോധശേഷി നൽകാൻ ഇത് നല്ലതാണ്. പൂവം കുറുന്നില, ബ്രഹ്മാവ് ദേവതയായ പൂവം കുറുന്നിലയാണ്. വിട്ടുമാറാത്ത പനി കുറയ്ക്കാനും കഫക്കെട്ട് മാറാനും ഇത് സഹായിക്കും. ഇതിൻ്റെ നീര് കൺകുളിർമയ്ക്കും കാഴ്ചശക്തി കൂട്ടാനും പണ്ടു മുതലേ ഉപയോഗിച്ചു വരുന്നു. മുക്കുറ്റി, പാർവതി ദേവിയുടെ പ്രതീകമാണ് മുക്കുറ്റി. സ്ത്രീകൾ നെറ്റിയിൽ തൊടാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. മുറിവുകൾ വേഗത്തിൽ ഉണക്കാനും വിഷഹാരിയായും പ്രസവരക്ഷയ്ക്കും മുക്കുറ്റി വളരെ നല്ലതാണ്. കർക്കടക മാസത്തിൽ ശരീരശുദ്ധിക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാനുമായി ഈ 10 ചെടികളുടെയും നീര് ചേർത്ത് ദശപുഷ്പം കഞ്ഞി തയ്യാറാക്കി കഴിക്കുന്ന പതിവുണ്ട്. നമ്മുടെ വീട്ടുപറമ്പിൽ തന്നെയുള്ള ഈ കൊച്ചു ചെടികൾ വലിയൊരു ഫാർമസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീട്ടുപറമ്പിൽ ഇതിലേതൊക്കെ ചെടികളുണ്ട് എന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി അഞ്ജുസ് ടാലൻറ്റ് ഹബ് സബ്സ്ക്രൈബ് ചെയ്യൂ.